ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ സംസാരിക്കുന്നതിനിടെ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പരാമർശം എടുത്തിട്ടുകൊണ്ട് പ്രതിപക്ഷത്തെ നേരിടാമെന്നതായിരുന്നു ഭരണപക്ഷം കരുതിയത്. മുഖ്യമന്ത്രിയെ KPCC അധ്യക്ഷനായ കെ സുധാകരൻ അവൻ എന്നൊക്കെ വിളിച്ചു എന്നതാണ് ഭരണപക്ഷത്തിന്റെ സങ്കടം. അത് വലിയ കാര്യം പോലെ സഭയിൽ അവതരിപ്പിച്ച് പ്രതിപക്ഷത്തെ ഒന്ന് ഇരുത്താമെന്നതായിരുന്നു ഭരണപക്ഷം കരുതിയത്. ധനമന്ത്രി ബാലഗോപാലാണ് പ്രതിപക്ഷത്തെ ഒന്ന് ചൊറിഞ്ഞു നോക്കിയത്. എന്നാൽ പ്രതിപക്ഷം അത് ഏറ്റെടുത്തു. തങ്ങൾക്ക് നേരെ ഉപയോഗിച്ച ആ ആയുധം ഭൂമരാങ് പോലെ ഭരണപക്ഷത്തിന് നേരെ തന്നെ പോയി. അത് പ്രധാനമായും കൊണ്ടത് മുഖ്യമന്ത്രിക്കാണ്. ഇടതുപക്ഷ സഹയാത്രികനായ അഭിമന്യനായ ഒരു ബിഷപ്പിനെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത് ചൂണ്ടിക്കാട്ടി തുടങ്ങിയ സതീശൻ പിന്നെ പിണറായി വിജയൻ നടത്തിയ ചില വാക്കുകൾ സഭയിൽ പറയാൻ പാടില്ലാത്ത അൺപാർലമെന്ററി വാക്കുകളായതുകൊണ്ട് പറയുന്നില്ലെന്നും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പല പ്രയോഗങ്ങളും ശരിയാണോ എന്നത് പരിശോധിക്കണമെന്നും സതീശൻ നിയമസഭയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ പിന്തുണക്കാൻ ഭരണപക്ഷത്തു നിന്നും ആരെങ്കിലും ഉണ്ടായോ എന്നും സതീശൻ ചോദിക്കുന്നുണ്ട്. പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രം മുഖ്യമന്ത്രിയെ പിന്തുണച്ച് രംഗത്ത് വന്നു. മുഖ്യമന്ത്രി ബിഷപ്പിനെ വിവരദോഷി എന്ന് പറഞ്ഞത് ശരിയാണെന്ന് റിയാസ് പറഞ്ഞു. പാവം റിയാസ് മാത്രമേ ഉണ്ടായുള്ളൂ. ഈ ധനമന്ത്രി ബാലഗോപാലോ ഒറ്റ MLA-മാരോ ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നും VD സതീശൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ കുഴിച്ച കുഴിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണു എന്ന് പറയാം. സഭയിലെ ആ വീഡിയോ ദൃശ്യത്തിലേക്ക്. ഞങ്ങൾക്ക് ധാർഷ്ട്യമില്ല, അഹങ്കാരമില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞു. KPCC പ്രസിഡന്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ദ്യനായ ഒരു ബിഷപ്പിനെയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത്? ഈ കഴിഞ്ഞ ദിവസം വിവരദോഷി വിളിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മള് അസംബ്ലിയിലെ സ്പീക്കറെ ആലോചിക്കണം. അങ്ങ് ആലോചിച്ചിട്ട് മതി. ഞാൻ ഇനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല. എന്താണെന്നറിയോ? അത് അൺപാർലമെന്ററിയാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച 3-4 വാക്കുകളുണ്ട്. ഞാനത് കോട്ടിയില്ല. കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വാക്ക് പോലും ഈ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും ഞാൻ കോട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ആ വിവരദോഷി എന്ന് ആ പിതാവിനെ, അഭിവന്ദ്യനായ പിതാവിനെ വിളിച്ചപ്പോ ആ പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. ആ റിയാസ് പാവം, ആ റിയാസ് വന്ന് പറഞ്ഞു അത് ശരിയാണ്, ആ വിവരദോഷി എന്ന് വിളിച്ചതിൽ തെറ്റില്ല. ആ പാവം മാത്രമേ ഉണ്ടായിരുന്നല്ലോ ഒരു മന്ത്രി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയെ. ഈ ബാലഗോപാൽ ധനകാര്യമന്ത്രി ഒന്നും കണ്ടില്ല. ഒറ്റ മന്ത്രി, ഒറ്റ MLA വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല. റിയാസെങ്കിലും ഉണ്ടായിരുന്നു, ഭാഗ്യം. അപ്പൊ അതുകൊണ്ട് വാക്കുകൾ നമ്മൾ ബഹുമാനത്തോടുകൂടിയും സൂക്ഷിച്ചുമൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം.